രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം AR ക്യാമ്പിലാണ് രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയനാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഇതിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. AR ക്യാമ്പിൽ രാഹുൽ ഭാര്യയോടൊപ്പമാണ് എത്തിയത്. ഭാര്യ അല്പസമയം മുമ്പ് അവർ വന്ന വാഹനത്തിൽ തിരികെ മടങ്ങിയിരിക്കുന്നു. അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ CJ ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ രാഹുൽ ഈശ്വർ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയനാണ്. ചോദ്യം ചെയ്യൽ AR ക്യാമ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീ C കൃഷ്ണകുമാർ അടക്കം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. രാഹുൽ ഈശ്വർ ആര് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. എന്തിനെ അദ്ദേഹം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നു, വക്കാലത്ത് ഏറ്റെടുക്കുന്നു എന്ന രീതിയിൽ? വക്കാലത്ത് എന്ന് പറയാൻ സാധിക്കില്ല, അത് ഒരു നിയമവാക്കാണ്. ഒരു PR ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നു. ആര് രക്ഷിക്കാനാണ്, എന്തിനാണ് എന്ന ചോദ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രസക്തമാകുന്നതല്ലേ? ഇത് പലതവണയും ഈ രാഹുലിന്റെ പലയിടങ്ങളിലെയും സാന്നിധ്യം വളരെ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ്. നമുക്ക് എപ്പോഴാണ് നമ്മൾ രാഹുലിനെ ഒരു പൊതുമധ്യത്തിൽ എപ്പോഴാണ് കാണുന്നത്? ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ രീതിയിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ ഭക്തജന സംഘടനകളും ഹൈന്ദവ സംഘടനകളും ഒക്കെ വളരെ വലിയ രീതിയിൽ അതിനെതിരെ പ്രതിഷേധം നടക്കുമ്പോൾ അവിടെ ഒരു പ്രതിഷേധക്കാരൻ എന്ന രീതിയിലേക്ക് എത്തുന്ന രാഹുലിനെയാണ് ഒരു പക്ഷെങ്കിൽ മലയാളികൾ ആദ്യമായി കാണുന്നത്. അതിന് മുൻപ് ചില സമരങ്ങളിലൊക്കെ രാഹുലിന്റെ മുഖം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ശബരിമല തന്ത്രി കുടുംബം എന്ന് അവകാശപ്പെട്ടാണ് പലപ്പോഴും രാഹുൽ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു പേര് ഉപയോഗിച്ച് രാഹുൽ കേരള സമൂഹത്തിന് മുൻപിലേക്ക് വന്നത് ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം നടക്കുന്ന സമയത്താണ്. ആ സമയത്ത് വളരെ സമാധാനപരമായി നാമം ജപിച്ച് മാത്രം സമരം നടത്തിയിരുന്ന ശബരിമല സമരത്തെ മറ്റൊരു തരത്തിലേക്ക് ചിത്രീകരിക്കുന്നതായിരുന്നു രാഹുലിന്റെ പല ഇടപാടുകളും. നമുക്കറിയാം, നമ്മുടെ വാക്കി ടോക്കിയുമായി വരുന്നു, അവിടെ എന്തോ വലിയ പ്ലാൻ A B എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ഇടുന്നു. പിന്നീട് മനഃപൂർവ്വം അവിടെ സംഘർഷം ഉണ്ടാക്കാൻ പല സമയത്തും ഇയാൾ ശ്രമിക്കുന്നു. അങ്ങനെ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് പല ദുരൂഹതകളുണ്ട്. അതുപോലെ തന്നെയാണ് പല വിഷയങ്ങളും രാഹുൽ പ്രതികരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം. മറ്റെന്തോ താല്പര്യം രാഹുലിനുള്ള പോലെ എപ്പോഴും റാഡിക്കൽ എലമെന്റ്സുകളുടെ കൂടെ നിൽക്കുന്ന ആളാണ് രാഹുൽ എന്ന ആരോപണം വളരെ വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം മതമൗലികവാദ സംഘടനകളുമായി ഇയാൾക്ക് വളരെയധികം ബന്ധമുണ്ട് എന്ന ആരോപണം വളരെ ശക്തമായി പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്നതാണ് പലപ്പോഴും രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ. രാഹുൽ സ്വയം അവകാശപ്പെടുന്നത് തന്ത്രി കുടുംബത്തിലെ അംഗമാണ് എന്നാണ്. ആ തന്ത്രി കുടുംബം തന്നെ രാഹുലിനെ പലപ്പോഴും തള്ളി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ രാഹുൽ ഇടപെട്ടിട്ടുള്ള മുഴുവൻ കേസുകളും നോക്കിയാൽ നമുക്കറിയാം, ആ കേസുകളെയൊക്കെ അതിന്റെ ജെനുവിനിറ്റി അട്ടിമറിക്കുന്ന രീതിയിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ വലിയ പ്രതിപക്ഷം ഈ ഉണ്ടാകുന്ന വിഷയങ്ങൾക്ക് അതിനെ എതിർക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ സാധാരണക്കാരായ ആളുകൾ എന്ത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതിന് വിപരീതമായി ചിന്തിക്കുന്ന ഒരു ശക്തിയുള്ള എല്ലാ വിഷയത്തിലും ആ ഭാഗത്ത് രാഹുൽ നിൽക്കാറുണ്ട്. രാഹുലിന്റെ നിലപാട്, നടപടി എപ്പോഴും ദുരൂഹമാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ രാഹുൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചൂഷണത്തിന് ക്രൂരതയ്ക്ക് ഇരയായ പെൺകുട്ടിയെ പരസ്യമായി അവഹേളിച്ചുകൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം, രാഹുലിന് എപ്പോഴും പിന്തുണ ലഭിക്കുന്നത് ഈ മതമൗലികവാദികളായ SDPI പോലെയുള്ള സംഘടനകളിൽ നിന്നാണ്. അങ്ങനെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായി രാഹുൽ പലപ്പോഴും മാറുന്നുണ്ട്. അത് ഈ വിഷയത്തിൽ അത് തന്നെയാണ് ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ പല ഘട്ടങ്ങളിൽ കേരളത്തിന്റെ പൊതുസമൂഹം ഈ രാഹുൽ ഈശ്വറിനെ കണ്ടിട്ടുണ്ട് സംശയാസ്പദമായ രീതിയിൽ. ചില മതമൗലികവാദികളുടെ പിന്തുണ ഉണ്ട് എന്ന് സംശയിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഉറവിടങ്ങളടക്കം സ്രോതസ്സുകളടക്കം പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള ചില ദുരൂഹതകളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും ഞാനതാണ് പറഞ്ഞു വന്നത്. രാഹുൽ എവിടെയൊക്കെ ഏതൊക്കെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു ഭാഗത്ത് ഇത്തരം റാഡിക്കൽ എലമെന്റ്സുകളുടെ മതമൗലിക സംഘടനകളുടെ ഒക്കെ സാന്നിധ്യം പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ പോലും അതിലേക്കാണ് ഞാൻ പറഞ്ഞെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുക, രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളപൂശുക എന്ന ഉദ്ദേശത്തോടുകൂടി എത്തിയിരിക്കുന്ന രാഹുലിന്റെ ഒരു കർത്തവ്യം അല്ല, അതിന് പിന്നിൽ ചരട് വലിക്കുന്നത് മതമൗലികവാദ സംഘടനയാണ് എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം പാലക്കാട് രാഹുൽ ജയിച്ചപ്പോൾ ആദ്യം പ്രകടനം നടത്തിയ SDPI ആണ്. SDPIയുടെ പിന്തുണയോടെയാണ് രാഹുൽ പാലക്കാട് ജയിച്ചത്. ഒരു പരിധിവരെ രാഹുലിനെതിരെ കോൺഗ്രസ് മിണ്ടാതിരിക്കുന്നത്, കോൺഗ്രസിന് നടപടിയെടുക്കാൻ സാധിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പലതും പറയുമെങ്കിൽ പോലും അവർക്ക് നടപടിയെടുക്കാൻ പറ്റാതായി പോയത്, ഇതെല്ലാം ഈ റാഡിക്കൽ എലമെന്റ്സുകളുടെ മതമൗലികവാദ സംഘടനകളുടെ ഉറച്ച പിന്തുണ രാഹുലിനുള്ളത് കൊണ്ടാണ്. അത് ഷാഫി പറമ്പിലൂടെ UDF എത്തുമെന്ന ധാരണ ഉള്ളത് കൊണ്ടാണ്. അതേ ശക്തികളുടെ തന്നെ പിന്തുണയാണ് രാഹുൽ ഈശ്വറിന് ഇതിന് പിന്നിലുള്ളത് എന്നത് ഏറെക്കുറെ
ഏറെക്കുറെ ഉറപ്പൊന്നല്ല. അത് തന്നെയാണ് അതിന്റെ പിന്നിലെ കാരണം. അത് കാരണം മറ്റൊരു കാര്യവും അതിന് പിന്നിലില്ല. കാരണം നാട്ടിലെ മുഴുവൻ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇരയായ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കുക, അതെല്ലാം ആ രാഹുലിന്റെ പ്രതികരണങ്ങളുടെ സ്വഭാവം നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അറിയാം. അതിന് പിന്നിലെല്ലാം ചില മതമൗലികവാദ സംഘടനകൾ. ഉമേഷ്, ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന നമുക്ക് മറ്റു ചില വിശദാംശങ്ങൾ കൂടിയുണ്ട്. ഈ രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെയും പ്രതി ചേർത്തിരിക്കുകയാണ്. കേസിൽ നാലാം പ്രതിയാണ് സന്ദീപ് വാര്യർ. അല്ല, നോക്കൂ, ഇതിനകത്തിപ്പോ സന്ദീപ് വാര്യരുടെ പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ സന്ദീപ് വാര്യരുടെ ചില നോട്ടങ്ങളൊക്കെ, അത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം അപ്രസക്തമായാൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എത്രയും കുളമാക്കിയാൽ അടുത്തത് ആര് എന്ന ചോദ്യമുണ്ട്. അവിടെ തനിക്കൊരു കസേര കിട്ടുമോ എന്ന സന്ദീപ് വാര്യരുടെ മോഹം തന്നെയാണ് അതിന് പിന്നിലൊക്കെ ഉള്ളത്. സന്ദീപ് വാര്യർ തുടക്കം മുതൽ ശ്രമിക്കുന്നതും അതിന് തന്നെയാണ്. സന്ദീപ് വാര്യരുടെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മറുപടി പോലും അർഹിക്കുന്നില്ല എന്നതാണ്. അതിനെ അവജ്ഞയോടെ തള്ളിക്കളയുക. ഈ രാഹുലിനേക്കാൾ ഇത്തരം കുളം കലക്കാനും ഈ വിഷയങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ മിടുക്കനാണ് സന്ദീപ് വാര്യർ. അത് കഴിഞ്ഞ കുറെ കാലമായി നമുക്കറിയാം. ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എത്രയും കുളമാക്കിയാൽ പാലക്കാട് നിന്ന് രാഹുലിനെ ഒഴിവാക്കപ്പെടും. അങ്ങനെ ഒഴിവാക്കിയാൽ അവിടേക്ക് തനിക്ക് വരാം. രാഹുലിനും സന്ദീപ് വാര്യർക്കുമുള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മതമൗലികവാദ സംഘടനകളുടെ SDPI പോലെയുള്ള സംഘടനകളുടെ പിന്തുണയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം പരസ്പരം പൂരകമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ വാക്കുകളെ സന്ദീപ് വാര്യർ പറഞ്ഞതിനൊന്നും ഉമേഷ്, ഇതിനോടൊപ്പം കൂട്ടിവയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ പാലക്കാട് ജയിച്ചു എന്നതിന് ഉത്തരം അവിടുത്തെ ചില SDPI സംഘടനകൾ, മതമൗലികവാദ സംഘടനകളുടെ പിന്തുണയാണ്. അത് പകൽ പോലെ വ്യക്തവുമാണ്. ഷാഫി പറമ്പിലടക്കം പറയാതെ പറഞ്ഞ് സമ്മതിച്ചതുമാണ്. ഈ ഘട്ടത്തിൽ വേണം സന്ദീപ് വാര്യരുടെ ഈ ഇടപെടൽ, രാഹുൽ ഈശ്വറിന്റെ ഇടപെടൽ, അതുകൂടി നമുക്ക് കൂട്ടിവായിക്കാനല്ലേ? തീർച്ചയായും ഇതെല്ലാം കോമൺ ആയിട്ടുള്ള ഘടകങ്ങൾ, പൊതുവായിട്ടുള്ള ഘടകം എന്നത് കോൺഗ്രസ് പൂർണ്ണമായും തന്നെ ഏറെക്കുറെ SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും വഴങ്ങി അവരുടെ പൂർണ്ണമായ കൺട്രോളായി കഴിക്കുന്നത്. പാലക്കാട് അത് വലിയ എക്സാമ്പിൾ ആണ്. പാലക്കാട് നോക്കൂ, രാഹുൽ ജയിച്ചപ്പോൾ ആദ്യം പ്രകടനം നടത്തിയത് ആരാണ്? അത് SDPI ആണ് ആദ്യം പ്രകടനം നടത്തുന്നത്. ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPI ആണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയാണ് പിന്നീട് പ്രകടനം നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കിടയിൽ രാഹുൽ ഏറ്റവും കൂടുതൽ പോയത് എങ്ങോട്ടേക്കാണ്? SDPI പോലെയുള്ള ആളുകളുടെ ഓഫീസുകളിലേക്കാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുകൂടാനാണ് ശ്രമിച്ചത്. മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് രാഹുൽ മറുപടി പറഞ്ഞിട്ടേ ഇല്ല. നോക്കൂ, ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലും ഓൺലൈനിലും ഒക്കെ ലഭ്യമാണ്. മറ്റൊരു മാധ്യമ സ്ഥാപനം രാഹുലിനോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് SDPIയുടെ പിന്തുണ ആവശ്യമുണ്ടോ? എന്നാൽ അതിൽ നിന്ന് വളരെ വിദഗ്ധമായി ഒഴിഞ്ഞു മാറുന്നതല്ലാതെ അതിനൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. അവരുടെ പിന്തുണ കൂടിയാണ് രാഹുൽ ജയിച്ചത്. അതേ പിന്തുണ തന്നെ പലപ്പോഴും സന്ദീപ് വാര്യർക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാം. അങ്ങനെ ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഘടകങ്ങൾ ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇവരെല്ലാം തമ്മിൽ പരസ്പരം ഈ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കും. ഇപ്പോൾ വന്ന ഈ വിവാദങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇരയായ പെൺകുട്ടിയെ ഉൾപ്പെടെ അവഹേളിക്കുന്നതിന് അതിന് കൂടുതൽ സന്ദീപിന്റെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. ഒറ്റയടിക്ക് നോക്കിയാൽ നമുക്ക് ഇത് ഉദ്ദേശം വേറെയാണല്ലോ എന്ന് തന്നെ കൃത്യമായി മനസ്സിലാകുന്ന തരത്തിലേക്ക് ആരാണ് ഇരയാകപ്പെട്ടത്, എന്താണ് സംഭവിച്ചത്, എന്താണോ നിയമപരമായി വെളിപ്പെടുത്താൻ പാടില്ലാത്തത്, അതെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് അതിൽ രണ്ട് കാര്യങ്ങളാണ് സന്ദീപ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെ പരമാവധി ദ്രോഹിച്ച് മാറ്റി നിർത്തുക. അതിലൂടെ രാഹുൽ കിട്ടിക്കൊണ്ടിരുന്ന ഈ പറഞ്ഞ മതമൗലികവാദ സംഘടനകളുടെ പിന്തുണ തന്നിലേക്ക് എത്തുക. അങ്ങനെ ഇനിയിപ്പോ പാലക്കാട് ഒരു കസേര കിട്ടുമോ, സീറ്റ് കിട്ടുമോ എന്നൊക്കെ ആകും സന്ദീപിന്റെ മറ്റൊരു ആഗ്രഹം. അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ചില കാര്യങ്ങളും താല്പര്യവും സന്ദീപിന് ആ വിഷയത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്താ പറയാ, നേരത്തെ പറഞ്ഞല്ലോ, അർഹിക്കുന്ന അവഹേളനത്തോടുകൂടി പുച്ഛിച്ച് തള്ളുകയല്ലാതെ സന്ദീപിന്റെ അത്തരം കമന്റുകളെയോ സന്ദീപിന്റെ അത്തരം നിലപാടുകളെയോ സ്വീകരിക്കേണ്ടതില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീ സിജി ഉമേഷ്, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.